പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴ്നാട് സേലം നൈനാമല ചന്തയിലെ വീഡിയോ ആണ്. ഈ ആഴ്ച നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. മുത്തനായമ്പട്ടി ചന്തയിൽ കഴിഞ്ഞ ആഴ്ച പോയിട്ട് ഇപ്പോൾ ഈ ആഴ്ച ഇവിടെ വന്നിരിക്കുകയാണ്. പോത്തും കുട്ടികളൊക്കെ ഒരുപാട് നിൽപ്പുണ്ട്. എന്നാലും ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് ഒരുപാട് കുട്ടികളൊന്നും വന്നിട്ടില്ല. ഇവിടെ ഈ നിൽക്കുന്ന ലാട്ടിലുള്ള കുട്ടികളെല്ലാം 20 രൂപ മേനി വെച്ചാണ് ചോദിക്കുന്നത്. 20,000 രൂപ ഓരോ കുട്ടികൾക്കും മേനി വില ചോദിക്കുന്നുണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും പുലർച്ചെ 3 മണിക്കാണ് ഇവിടെ ചന്ത. നമ്മളതിലൊരു 5 കുട്ടി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു ലാസ്റ്റ് 19 രൂപ കൊടുക്കുക. 20 രൂപ ചോദിച്ച് 19 രൂപ കൊടുക്കാൻ പറയുന്നുണ്ട്. നമ്മളൊരു 11,000 രൂപ വരെ പറഞ്ഞു. 11-12 രൂപ വരെയൊക്കെ പറഞ്ഞിരിക്കുകയാണ്. കച്ചവടം നടക്കുമല്ലേ എന്നറിയില്ല, നമുക്ക് നോക്കാം. ചെറുതും വലുതും എല്ലാം കൂടെ മിക്സ് ചെയ്താണ് അവർ കെട്ടിയിരിക്കുന്നത് ഇതിൽ. അപ്പം നമുക്ക് ലാട്ടായിട്ട് എടുക്കുമ്പോഴത്തേക്ക് ചെറുതും വലുതും എല്ലാം കലർന്നാണ് വരുന്നത്. അതിൽ നിന്ന് പിരിച്ച് നമ്മൾ എടുക്കുമ്പോഴത്തേക്കാണ് വില ഒരുപാട് കൂടുന്നത്. ഒരു 20 രൂപ ചോദിക്കുന്നിടത്ത് 23 രൂപയൊക്കെ ചോദിച്ചു കളയും ഒരു കുട്ടിക്ക്. എന്നാലും ആദ്യത്തെ ലൈനിൽ നിൽക്കുന്നതിന് ഒരു 5 കുട്ടി പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ വലിയ കാള നിൽപ്പുണ്ട്. മേനി വില 80,000 രൂപ ചോദിക്കുന്ന കാളയാണ്. ഒരു 5-6 നിൽപ്പുണ്ട്, 5 നിൽപ്പുണ്ട്. 80,000 രൂപയാണ് ഇതിന് ഓരോന്നിനും ചോദിക്കുന്നത്. മാട് വന്ന് ഇറങ്ങുന്നതേ ഉള്ളൂ. ഏകദേശം 2:30 മണിയേ ആയിട്ടുള്ളൂ. ഒരു കുട്ടിയും പൈക്കുട്ടികളൊക്കെ ഇവിടെ ഒരുപാട് നിൽപ്പുണ്ട്. ചെറിയ കുട്ടികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. മാടിറങ്ങട്ടെ. എരുമ വന്നിട്ടുണ്ട്. എരുമ ആവശ്യം പോലെ വന്നിട്ടുണ്ട് ചന്തയിൽ. ഇനിയും വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഗേറ്റ് തുറന്നിട്ടില്ല. 4 മണിയോട് ഒക്കെയാണ് ശരിക്കും മാട് ചന്തയിൽ ആക്റ്റീവ് ആവുന്നത്. ഒരു ഗീറിലൊരു പൈക്കുട്ടി അവിടെ നിൽപ്പുണ്ടായിരുന്നു. ചെറിയ മൂരിക്കുട്ടികൾ അവിടെ നിൽപ്പുണ്ട്. 2,500 രൂപയ്ക്കാണ് ചോദിക്കുന്നത്. 2,500 അതിൻ്റെ ചോദ്യം. മൂരിക്കുട്ടികൾക്ക് ഇതൊന്നും മേടിച്ചാൽ നമ്മളെ നാട്ടിലെത്തൂല. ഇവിടെ ഒരു മൂരിക്കുട്ടി നിൽപ്പുണ്ട്. നമ്മളതിന് വില പറഞ്ഞിരിക്കുകയാണ്. മൂരിക്കുട്ടിയും പശുക്കുട്ടിയും വരുന്നതേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് ചന്തയിൽ ഒന്ന് കറങ്ങിയൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടെയൊക്കെ നിൽക്കുന്നതിന് 15 രൂപ വെച്ചാണ് ചോദിക്കുന്നത്. ഒരു HFൻ്റെ ഒരു കറക്റ്റ് ക്വാളിറ്റി ഉള്ളൊരു മൂരിക്കുട്ടിയായിരുന്നു നിൽക്കുന്നത്. 16 രൂപ ചോദിക്കുന്നുണ്ട്. 16,000 രൂപയാണ് ചോദിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു കാലിൽ ചെറിയൊരു മുഴ കണക്ക് നിൽക്കുന്നു. അതുകൊണ്ട് നമ്മളത് വേണ്ടെന്ന് വെച്ചു. പക്ഷെ നല്ലൊരു കുട്ടിയായിരുന്നു, നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയായിരുന്നു. പക്ഷെ ആ ഒരു മുഴയാണ് വിഷയം. അതിൻ്റെ കാലിൽ ഒരു മുഴയുണ്ട്. നല്ല അടിപൊളി കുട്ടിയായിരുന്നു. നല്ല ക്വാളിറ്റി കിട്ടിയ നല്ലൊരു കുട്ടിയായിരുന്നു. ഹൈബ്രിഡ് തന്നെയായിരുന്നു. പക്ഷെ നമുക്ക് ആ ഒരു മുഴയുള്ളത് കൊണ്ട് നമ്മൾ അത് കച്ചവടം ഇതാക്കിയിട്ടില്ല. 45 രൂപയാണ് ഇതായി ഒരു പോത്തിന് ചോദിക്കുന്നത്. 45,000 രൂപ. ചന്തയിൽ ഒരുപാട് പേരുണ്ട് കന്നെടുക്കാൻ. ക്രിസ്മസൊക്കെ അടുത്ത് വന്നതുകൊണ്ട് ഒരുപാട് പേര് ചന്തയിൽ വന്നിട്ടുണ്ട് കന്നെടുക്കാൻ. ഇന്ന് അധികം കന്നും ഇല്ലായിരുന്നു, കന്ന് കുറവായിരുന്നു ചന്തയിൽ. നമ്മളെന്നാലും കുറച്ച് കന്നാലി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നതാണ്. എരുമ കണ്ടാനം വന്നിട്ടുണ്ട് ഈ ആഴ്ച. എരുമ ആവശ്യം പോലെ നിൽപ്പുണ്ട്. പോത്തുംകുട്ടികളെയൊക്കെ കച്ചവടമായി പോയി. എരുമ വലിയ എരുമകളാണ്. 40, 50, 70 ചോദിക്കുന്ന എരുമകൾ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. ഇവരുടെ ചോദ്യമാണ് നമുക്ക് മുതലാവുന്ന വരെ നമുക്ക് പറയാം. കർണാടക എരുമകളാണ് കൂടുതൽ നിൽക്കുന്നത്. ആന്ധ്ര വന്നിട്ടുണ്ട്. ആ സൈഡിൽ നിൽപ്പുണ്ട് ആന്ധ്ര എരുമകൾ. ഇവിടെയൊക്കെ നിൽപ്പുണ്ട് എരുമ. പല ടൈപ്പിലുള്ള എരുമകളാണ് നിൽക്കുന്നത്. നമ്മൾ 5-6 മൂരിക്കുട്ടികളെ എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ പോത്തുംകുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത്. ചെറിയ പോത്തുംകുട്ടികൾ അവർ വില ചോദിക്കുന്ന ഒരു അന്തം വിട്ട വില ചോദിപ്പ് തന്നെ. നമ്മൾ എടുത്ത കുട്ടികളെന്ന് കാണാൻ ഈ ഒരു മൂരിക്കുട്ടി നമ്മളെടുത്താണ്. ആ നിൽക്കുന്ന പോത്ത്. 3 മൂരിക്കുട്ടികൾ 5-6 പോത്തും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കണം. ഇതെല്ലാം നമ്മളെടുത്തതാ. നമ്മളെ കൂടെ കായംകുളത്ത് നിന്ന് വന്ന സുഹൃത്തുക്കളാണ്. അവർക്ക് വേണ്ടിയാണ് എടുത്തത്. 4-5 പോത്തെടുത്ത് എരുമ മൂരിക്കുട്ടികളൊക്കെ എടുത്ത് ഈ ആഴ്ച. 2 പശുവുണ്ട്. 2 പശുവിനെ എടുത്തിട്ടുണ്ട്. നിൽക്കുന്നതെല്ലാം നമ്മൾ വാങ്ങിയതാണ്. പല റേറ്റിനും ഉണ്ട്. അവർ കച്ചവടത്തിനായതുകൊണ്ടാണ് ഞാൻ വില പറയാത്തത്. അവരെ കച്ചവടത്തെ ബാധിക്കും. അപ്പോൾ നമ്മൾ ഇതെല്ലാം കച്ചവടമായി പോയ പോത്തുംകുട്ടികളായിരുന്നു. പോത്തുംകുട്ടികൾ ഇന്ന് നന്നേ കുറവായിരുന്നു.
സീസൺ അല്ലാത്തതുകൊണ്ട് അവർ ആരിപ്പോൾ കച്ചവടക്കാരും പോത്ത് കുട്ടികളെ കൊണ്ടുവരുന്നില്ല. തമിഴ്നാട് കർണാടക കുട്ടികൾ കുറേ ഉണ്ട്, പക്ഷെ അതൊന്നും ആരും എടുക്കില്ല. ഈ സൈസ് കുട്ടികളാണ് കൂടുതൽ ഇവിടെ കച്ചവടമായി പോകുന്നത്. കച്ചവടം നടക്കുന്ന ഈ പോത്തും കുട്ടികളാണ്, ആന്ധ്ര കുട്ടികളൊക്കെയാണ് കൂടുതലും കച്ചവടമായി പോകുന്നത്. നല്ല കൊമ്പന്തലൊക്കെ വൃത്തിയുള്ളത് ഇട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ രാവിലെ നമ്മൾ വില ചോദിച്ചത് 20 രൂപ ചോദിച്ച് നമ്മൾ 12 രൂപ വരെ പറഞ്ഞായിരുന്നു. ഈ ഭാഗത്ത് നിൽക്കുന്നതെല്ലാം കർണാടക കുട്ടികളാണ്, കർണാടക തമിഴ്നാട് കുട്ടികളാണ് കൂടുതൽ നിൽക്കുന്നത്. കുട്ടികൾ ഇതൊന്നും അങ്ങനെ ആരും എടുക്കത്തില്ല. അവസാന ഘട്ടമൊക്കെ ആരെങ്കിലും വിലയ്ക്ക് ഉദ്ദേശിക്കുന്ന വില കിട്ടുകയാണെങ്കിൽ മാത്രമേ എടുക്കത്തുള്ളൂ. ഇഷ്ടംപോലെ കുട്ടികൾ ഈ സൈസ് കുട്ടികൾ ഇനി നിൽപ്പുണ്ട്. മേനി വില 15 രൂപ 12 രൂപയൊക്കെ ചോദിക്കുന്ന കുട്ടികൾ നിൽപ്പുണ്ട്. 10,000 ചോദിക്കുന്ന ചെറിയ കുട്ടികളുമുണ്ട്. ലാട്ടായിട്ട് കെട്ടിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊമ്പത്തിലേക്ക് വൃത്തിയുള്ള കുട്ടികളെ നോക്കി എടുത്തു കഴിഞ്ഞാൽ അവർ ഒടുക്കത്തെ വില ചോദിക്കുകയും ചെയ്യും. അതാണ് വിഷയം. ഇതിൽ നിന്നിപ്പോൾ ഒരു 5 കുട്ടികളെ നമ്മൾ ചോദിച്ചിരിക്കുകയാണ്. ഈ നിൽക്കുന്ന ഒരു 5 കുട്ടികളെ ചോദിച്ചിട്ടുണ്ട്. അതിന് 17 രൂപ മേനി വില ചോദിക്കുന്നുണ്ട്. 17,000 രൂപ മേനി വിലയാണ് അതിന് ചോദിച്ചത്. ഇവിടെ നിൽക്കൊണ്ട് പോത്തുകളൊക്കെ 18 രൂപ 20 രൂപയൊക്കെ ചോദിക്കുന്നുണ്ട്. എരുമക്കുട്ടികൾ ഇവിടെ നിൽപ്പുണ്ട്. വളർത്താൻ പറ്റിയ നല്ല എരുമക്കുട്ടികൾ നിൽപ്പുണ്ട്. പക്ഷെ ഇവിടെ കറവ എരുമ വരുന്നില്ല. മീറ്റ് ആവശ്യമുള്ള എരുമകളാണ് കൂടുതലും വരുന്നത്. അത് ഈ റോഡ് പോയാലേ കിട്ടത്തുള്ളൂ. എന്തെങ്കിലും ഇവിടെയൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞാണ് നമ്മൾ വീണ്ടും കറങ്ങുന്ന ചന്തയിൽ. ചെറിയ കുട്ടികളാണ്, പോത്തും കുട്ടികൾ, ചെറിയ കുട്ടികൾ. എരുമ പല സൈസിൽ എരുമയും പോത്തും ഇവിടെ നിൽപ്പുണ്ട്. ഇതിനൊക്കെ വില ചോദിച്ചതാണ്. ഒരു 45 രൂപ ചോദിച്ചുകൊണ്ട് നമ്മൾ പിന്നെ ഒന്നും പറയാൻ നിന്നില്ല. അതൊക്കെ ഒരു 30 രൂപ താഴെ കിട്ടിയാലേ മുതലാവുള്ളൂ. 2,000 രൂപ വണ്ടിക്കൂലിയാവും ഒരെണ്ണത്തിന്. അതുകൊണ്ട് പിന്നെ നമ്മൾ ഒന്നും പറയാൻ നിന്നില്ല. നല്ല കച്ചവടം, ഒരുപാട് കച്ചവടം നടന്നിട്ടുണ്ട്. ഇവിടെ ഒരു കാങ്കയത്തിൻ്റെ അല്ല, താർ പാർക്കറാണെന്ന് തോന്നുന്നു. എൻ്റെ ശരിക്കുള്ള പേരറിയാന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. 23,000 രൂപയ്ക്കാണ് വാങ്ങിയത്. 23,000 രൂപയ്ക്കാണ് വാങ്ങിയത്. നമ്മുടെ ഏജൻറ്റ് തന്നെ വാങ്ങിയതാണ്. അടിപൊളി ഒരു പെൺകുട്ടി തന്നെയാണ്, പെൺകുട്ടിയാണ്, സൂപ്പർ കുട്ടി തന്നെയാണ്. 23 രൂപ കൊടുത്താണ് വാങ്ങിയത്. അവിടെ ചെറിയൊരു പോത്തൻകുട്ടി അവിടെ നിൽപ്പുണ്ട്. പോത്തൻകുട്ടി ചെറുത്, ഏകദേശം ഒരു 2 മാസത്തിനടുത്ത് പ്രായം വരുന്നതാണ്. അതിൻ്റെ തള്ള മിക്കവാറും വേറെ കൊടുത്ത് കാണും. ഇവിടെ ഉള്ള ആരെങ്കിലും വാങ്ങിയാലേ അത് മുതലാവത്തുള്ളൂ. നമ്മുടെ നാട്ടിലൊന്നും എത്തൂല. ഇത് പാല് കുടിച്ചോണ്ടിരിക്കുന്ന കുട്ടി ചെറിയ കുട്ടിയാണ്. വെള്ളം കുടിയൊന്നും തുടങ്ങി കാണത്തില്ല. ഒക്കെ ഒരു 1000 1,500 കൊടുത്ത് കാണും. ഇതൊന്നും അങ്ങനെ ആരും എടുക്കത്തില്ല. പുറത്തുനിന്ന് വരുന്നവരാരും എടുക്കില്ല. ഇവിടെ ഉള്ളവർ ആരെങ്കിലുമൊക്കെ വാങ്ങിയത് തന്നെയാണ്. ഇന്ന് കന്നാലി വളരെ കുറവായിരുന്നു ചന്തയിൽ, വളരെ കുറവ് തന്നെ ചന്തയിൽ. ഏകദേശം ഒരു 7:30 മണി ആയതേ ഉള്ളൂ. ചന്തയിൽ കുറച്ച് കന്നാലികളെ ബാക്കിയുള്ളൂ നിങ്ങൾക്ക് കാണാൻ കഴിയും. കാങ്കയത്തിൻ്റെ കുട്ടി നിൽക്കുന്നത്. അതിനെ ഒരു 16 രൂപ ചോദിച്ചിട്ടുണ്ട്. 16,000 രൂപയാണ് ചോദിക്കുന്നത്. നമ്മൾ 10.5 രൂപ വരെ പറഞ്ഞു. 10.5 ലാസ്റ്റ് 11,000 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ് നമ്മളത് കൈ കൊടുത്തില്ല. 11,500 തരാമെന്ന് പറഞ്ഞ് അത് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞ്. അതിൻ്റെ കൂടെ ഒരു കാങ്കയത്തിൻ്റെ ഒരു പെൺകുട്ടി നിൽപ്പുണ്ട്. അതിനെ അവർ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടക്കറവ് പശുക്കളൊക്കെ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. ഇടക്കറവ് പശുക്കൾ നമ്മൾ 10.5 രൂപ വരെ പറഞ്ഞ്, എന്നിട്ടും തന്നില്ല കാങ്കയത്തിൻ്റെ കുട്ടി. ഒരു പെൺകുട്ടി നമ്മുടെ ഏജൻറ്റ് വാങ്ങിയിരിക്കുകയാണ്. കാങ്കയത്തിൻ്റെ. ഭയങ്കര മെട കാണിച്ച് പോവുകയാണ്. പെൺകുട്ടിയാണ് കാങ്കയത്തിൻ്റെ. അപ്പോൾ ഇതൊക്കെയാണ് ചന്ത. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഇതിനെക്കാട്ടിയും വില കൂടുതലായിരിക്കും. ക്രിസ്മസിന് പിന്നെ 2 ദിവസമേ ഉള്ളൂ. ഇന്നും നല്ല വില കൂടുതലായിരുന്നു കന്നുകാലികൾക്ക്. ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞാലേ കന്നാലികൾക്ക് വില കുറയുള്ളെന്ന് തോന്നുന്നു. നല്ലൊരു കാള ഇവിടെ നിൽപ്പുണ്ട്. മുരി പശു അതിൻ്റെ കുട്ടീൻ്റെ അവിടെ നിൽപ്പുണ്ട്. എന്തായാലും കന്നാലി കുറവ് തന്നെയാണ്, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരുവിധമൊക്കെ കച്ചവടമായി പോയി. വില കൂടുതലുമായിരുന്നു. ഒരു കുറവ് പശു അവിടെ നിൽപ്പുണ്ട്. 50,000 രൂപയാണ് ചോദിക്കുന്നതിന്, കുട്ടിയും അതിൻ്റെ പശുവിനും കൂടെ.
തള്ള പശു അതിൻ്റെ കുട്ടികൾ 40,000 രൂപ ചോദിച്ചു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായ പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ ബൈ.